പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 9ാം ക്ലാസ് വാർഷിക പരീക്ഷ, കൊല്ലപ്പരീക്ഷ ലിസാനുൽ ഖുർആൻ, അതിൽ ഒന്നാമത്തത് നുമയ്യിസുൽ മഹ്മൂസ വൽ മുഅ്തല്ല മിനൽ ആതിയത്തി. താഴെ ബ്രാക്കറ്റിലുള്ളവയെ മഹ്മൂസായ ഫീല്, മുഅ്തല്ലായ ഫീല് എന്നിങ്ങനെ വേർതിരിക്കാനാണ്. മഹ്മൂസായ ഫീലിൽ വരുന്നത് സഅല ഖറഅയാണ്. ഈ സഅല എന്നുള്ളത് ഐൻ ഫീല് മുഅ്തല്ലായതാണ്. ഖറഅ എന്നുള്ളത് ലാം ഫീല് മുഅ്തല്ലായതാണ്. കാരണം ഫ അ ല എന്നുള്ളത് ഫാ ഫീലും ആ എന്നുള്ളത് ഐൻ ഫീലും ല എന്നുള്ളത് ലാം ഫീലുമാണ്. അപ്പോൾ ഇതിൽ അംസ വന്നിട്ടുള്ളത് ഫ ല എന്ന് നോക്കുമ്പോൾ ഐനിൻ്റെ സ്ഥാനത്താണ് ഐൻ ഫീല്. ഖറഅ എന്നുള്ളതിൽ നോക്കുമ്പോൾ ഫ ല ലാം ഫീല് ഹംസയായതാണ്. അങ്ങനെയാണ് അത് മനസ്സിലാക്കൽ. പിന്നെ മുഅ്തല്ലായ ഫീൽ ഏതൊക്കെയാണ്? റമ, ബഖിയ, ഖവിയ, വഖ, യസിറ. എല്ലാറ്റിലും എന്താണ്? ഇല്ലത്തിൻ്റെ ഹർഫുകളുണ്ട്. അങ്ങനെ അത് വേർതിരിക്കാൻ വളരെ എളുപ്പമാണ്. ഇനി രണ്ടാമത്തത് നൂസിലു ബിൽ മുനാസിബി, യോജിച്ചവ ചേർത്തി കൊടുക്കാനാണ്. അതിൽ വരുന്നത് ഒന്നാമത്തത് വരുന്നത് ജുംലത്തുൻ അല്ലത്തി തുബ്ദഉ ബി ഇസ്മിൻ തുസമ്മ. ഇസ്മു കൊണ്ട് തുടങ്ങപ്പെടുന്ന ജുംലക്ക് എന്തു പറയും എന്നാണ് ആദ്യത്തെ ചോദിച്ചിട്ടുള്ളത്. അതിനോട് ബ്രാക്കറ്റിൽ യോജിച്ചിട്ടുള്ളത് ജുംലത്തുൻ ഇസ്മിയ. ഇസ്മു കൊണ്ട് തുടങ്ങപ്പെടുന്ന ജുംല ഏതായിരിക്കും? ജുംലത്തുൻ ഇസ്മിയ ആയിരിക്കും. രണ്ടാമത്തത് അൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബി ഫിഅലിൻ, ഫിഅല് കൊണ്ട് തുടങ്ങുന്ന ജുംലക്ക് തുസമ്മ, അതിന് പറയപ്പെടുന്നത് എന്താണ്? ജുംലത്തുൻ ഫിഅലിയ. ജുംലത്തുൻ ഫിഅലിയ എന്നതാണ്. ഇനി രണ്ടാമത്തത് അൽ ഖുർആനു, ഖുർആൻ എന്നുള്ളത് ഹുവ ഇസ്മുൻ, അതൊരു ഇസ്മാണ്. അൻസല, അൻസല എന്നുള്ളത് ഹുവ, അത് ഫിഅലുൻ, അതൊരു ഫിഅലാണ്. ഇനി അഞ്ചാമത്തത് അൽ കലിമത്തുൽ ഊല ഫിൽ ജുംലത്തിൽ ഇസ്മിയ. ഇസ്മിയായ ജുംലയിൽ ഒന്നാമത്തെ കലിമത്ത് എന്തായിരിക്കും? മുബ്തദഉൻ, മുബ്തയായിരിക്കും. ആറാമത്തത് അൽ കലിമത്തു സാനിയത്തു ഫിൽ ജുംലത്തിൽ ഫിഅലിയ. ഫിഅലിയായ ജുംലയിൽ രണ്ടാമത്തെ കലിമത്ത് എന്തായിരിക്കും? ഫായിലായിരിക്കും. ആദ്യത്തത് ഫീലാണ്, ക്രിയയാണ്. ഫായിൽ അതിൻ്റെ കർത്താവാണ്. ഏഴാമത്തത് ഹുദിഫത്തിൽ ഹംസത്തു മിൻ ഹുദ്. ഹുദ് എന്നുള്ളതിലെ ഹംസയെ കളഞ്ഞത് ഏത് കാരണത്തിന് വേണ്ടിയാണ്? ലി കസ്റത്തിൽ ഇസ്തിഅമാൽ, ഉപയോഗം അധികരിച്ചു എന്ന കാരണത്താലാണ്. എട്ടാമത്തത് യൂഖദുൻ നഹീൽ ഓയിബ്. നഹി ഓയിബിനെ ഏതിൽ നിന്നാണ് എടുക്കുക? മിനൽ മുലാരിയിൽ ഓയിബ്. മുലാരി ഓയിബിൽ നിന്നാണ് നഹി ഓയിബിനെ എടുക്കുക. 9 യൂഖദുൻ നഹി ഹാലിർ. നഹി ഹാലിറിനെ ഏതിൽ നിന്നാണ് എടുക്കുക? മിനൽ മുലാരിയിൽ ഹാലിർ, മുലാരി ഹാലിറിൽ നിന്നാണ്. ഇനി മൂന്നാമത്തത് നുസരിഫു, സറഫാക്കാനാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്കും ഇതേ ചോദ്യം ഉണ്ടായിട്ടുണ്ട്, ശ്രദ്ധിക്കുക. കാന, കാനാ, കാനു. കാനത്ത്, കാനത്ത, കുന്ന. പിന്നെ ചോദിച്ചിട്ടുള്ളത് കുൻത, കുൻതുമാ, കുൻതും, കുൻതി, കുൻതുമാ, കുൻതുന്ന, കുൻതു, കുന്ന. കാന മുഴുവനായി സറഫാക്കാൻ ചോദിച്ചിട്ടാണ് ഈ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. സറഫാക്കുന്നതിൽ രണ്ടാമത്തത് യക്കൂലു, യക്കൂലാനി, യക്കൂലൂന. തക്കൂലു, തക്കൂലാനി, യക്കുൽന. തക്കൂലു, തക്കൂലാനി, തക്കൂലൂന. തക്കൂലീന, തക്കൂലാനി, തക്കുൽന. അക്കൂലു, നക്കൂലു. മൂന്നാമത്തത് മുദ്ദ, മുദ്ദ, മുദ്ദു, മുദ്ദി, മുദ്ദൻ, ഉംദുദിന. ഇതൊക്കെ പ്രയാസമുള്ള സറഫാക്കാനുള്ളതാണ്, പഠിച്ചു വെക്കുക. ഈ മോഡലിൽ മറ്റു ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. ഇനി നാലാമത്തത് നുത്തമ്മിമു, പൂർത്തിയാക്കാനാണ്. ഒന്നാമത്തത് ദഹ്റജ. ദഹ്റജ ഫീഹി അർബഅത്തു അഹ്റുഫിൻ, അതിൽ 4 അക്ഷരങ്ങളുണ്ട്. കുല്ലുഹ അസ്ലിയുൻ, അത് മുഴുവനും അസ്ലിയായ അടിസ്ഥാനമായ അക്ഷരങ്ങളാണ്. ഫയുസമ്മ, അങ്ങനെയാകുമ്പോൾ അതിനെന്ത് പറയും? റുബായി മുജറദ് എന്ന് പറയും. 2 അൻ നഹിയു നൗആനി, നഹി 2 ഇനമാണ്. നഹി ഹാലിർ വൻ നഹി ഓയിബ്. ഏതൊക്കെയാണത്? നഹി ഹാലിറും നഹി ഓയിബുമാണ്. മൂന്നാമത്തത് ലി തൈക്കീദി, തൈക്കീദിനുണ്ട് നൂനാനി, 2 നൂന്. സഖീല വ ഖഫീഫ, സഖീലാൻ്റെ നൂനും ഖഫീഫാൻ്റെ നൂനും. അവിടെ ഖഫീഫ എന്നുള്ളത് പൂരിപ്പിക്കാനുള്ളതാണ്. നാലാമത്തത് ലാ തദ്ഖുലു നൂനുൽ ഖഫീഫ, ഖഫീഫയുടെ നൂന് പ്രവേശിക്കുകയില്ല. ഫിൽ മുസന്ന, മുസന്നയിൽ പ്രവേശിക്കുകയില്ല. അഥവാ 2 എണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നതിൽ ഖഫീഫയുടെ നൂന് പ്രവേശിക്കുകയില്ല.
അതുപോലെ തന്നെ വേറെ ഒന്നിലുണ്ട്. ഏതാണത്? ജംഉ മുഅന്നസ് ആണ്. ജംഉ മുഅന്നസിലും ഖഫീഫാന്റെ നൂന് പ്രവേശിക്കുകയില്ല. 5 തദ്ഖുലു നൂനു സഖീല. സഖീലാന്റെ നൂന് പ്രവേശിക്കും. ഫി കുല്ലി സിയൻ എല്ലാ പദങ്ങളിലും. ഏതിലുള്ള? മിനൽ അംരി അംറിലുള്ള എല്ലാ പദങ്ങളിലും സഖീലാന്റെ നൂന് പ്രവേശിക്കും. 5 നുജീബ് ഉത്തരം എഴുതാം. 1 അൻവാഉൽ മഹ്മൂസി മാഹിയ. മഹ്മൂസായ ഫീലിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? മഹ്മൂസുൽ ഫാ ഫീൽ ഇല്ലത്തിന്റെ അറഫായത്. ഐൻ ഫീൽ മഹ്മൂസുൽ ഐൻ ഐൻ ഫീൽ ഇല്ലത്തിന്റെ അറഫായത്. മഹ്മൂസുൽ ലാം ഫീൽ ഇല്ലത്തിന്റെ അറഫായത്. ഇങ്ങനെ 3 ഐറ്റം. കഴിഞ്ഞ ചോദ്യപേപ്പറിലും ഈ ചോദ്യം ഉണ്ട്, നോട്ട് ചെയ്യുക. 2 തുക്ലബുൽ ഐൻ ഫീൽ അലിഫൻ. ഐൻ ഫീലിനെ അലിഫായി മറിക്കപ്പെടും. എപ്പോൾ? ഫിൽ മാലിയിൽ എപ്പോഴാണ് ഐൻ ഫീലിനെ അലിഫായി മറിക്കുക? വൈദാ കാനൽ ഫീലുൽ മുഅത്തല്ലായ ഫീല് അൽ ഐൻ ഫീല് ഇല്ലത്തിന്റെ അറഫാവുകയും വക്കാന സുലാസി മുജറദൻ അത് സുലാസി മുജറദാവുകയും ഐൻ ഫീൽ ഇല്ലത്തിന്റെ അറഫാവുകയും ചെയ്താൽ അവിടെ ആ ഐൻ ഫീലിനെ അലിഫായിട്ട് മറിക്കും. 3 അൽ ഇദ്ആമു മാഹുവ. ഇദ്ആം എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഇദ്ആമു ഹുവ അൻ തുസക്കന ഹറഫുൽ അവ്വലു. ഒന്നാമത്തെ ഹറഫിനിക്ക് സുക്കൂൻ ചെയ്യുക. അപ്പോൾ തുദറജ ഫി സാനിയത്തി എന്നിട്ട് രണ്ടാമത്തെ അക്ഷരത്തിൽ അതിനെ പ്രവേശിക്കുകയും ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. ഇനി 6 നുഅരിബു അറബിയാക്കാനാണ്. ഒരു വൈകുന്നേര സമയം പിതാവിനോടൊപ്പം സാലിം കടൽ തീരത്ത് എത്തിച്ചേർന്നു. വസല സാലിം മസാഅൻ മഅ വാലിദിഹി ഇലാ സായിലിൽ ബഹർ. ഇനി 7 നുത്തർജിമു പരിഭാഷപ്പെടുത്താനാണ്. തഅല്ലുമുൽ ഖുർആനി വ തഅലീമുഹു വ തിലാവത്തുഹു മിനൽ അഅമാലിൽ ഖൈരിയ. ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും പാരായണം ചെയ്യലും നല്ല പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഈ ഒരു ചോദ്യപേപ്പർ വന്നിട്ടുള്ളത്. ഈ 2 ചോദ്യപേപ്പർ വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈ 2 ചോദ്യപേപ്പർ വായിച്ചതിലൂടെ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. ചില ചോദ്യങ്ങൾ അതേപടി ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്, ചിലത് ചെറിയ മാറ്റത്തിരുത്തലുകളോടുകൂടെ ആവർത്തനം വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും മനസ്സിലാക്കി ഇമ്പോർട്ടൻ്റ് ആയതിന് കൂടുതലായി പഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിനോടുകൂടെ മറ്റൊരു ചോദ്യപേപ്പർ കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഉത്തരം അതിൽ തന്നെയുണ്ട്. വായിച്ച് വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ വായിക്കാവതേ ഉള്ളൂ. നല്ലോണം മനസ്സിലാക്കി വെക്കുക. 3 കൂടെ റെഫർ ചെയ്യുമ്പോൾ ഏതൊക്കെ ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്നത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ പാഠങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമെങ്കിലും അവസാനത്തെ 4 പാഠഭാഗങ്ങളിലെ അറബിയും മലയാളവും എല്ലാം സർഫാക്കുന്നതൊക്കെ കൃത്യമായി പഠിച്ചു വച്ചാൽ തന്നെ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇൻഷാ അള്ളാ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക. പ്രത്യേകിച്ച് അൽഫാദുകൾ എഴുതാനുള്ളത് ഓരോ പദങ്ങളുടെയും സിഅ എന്നാണ് അതിന് പറയുക. അത് മാലിയാണ്, മുദക്കറാണ്, മുഅന്നസാണ്, ജമ്മാണ്, ഇങ്ങനെ തുടങ്ങിയ അവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അത് അതിൻ്റേതായ ടെക്നിക്കിൽ തന്നെ പഠിക്കുക. ഈ പറഞ്ഞതിൽ നിന്നും കുറേയൊക്കെ ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എല്ലാം ഉൾപ്പെടുത്തി നന്നായി പഠിക്കുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. ഇനിയും ഇതുപോലത്തെ തുടർന്ന വീഡിയോകൾക്ക് വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവർ അത് ചെയ്ത് കൂടെ കൂടണമെന്ന് അറിയിക്കുന്നു. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.